ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മണ്ഡല സീസണിൽ നമ്മളെ പമ്പ മിനി പമ്പയിൽ നമ്മൾക്ക് ഓരോ ദിവസവും ആൾ കൂടി വരുന്നത് നമ്മളെ നിയന്ത്രണത്തിൽ നിൽക്കാത്തൊരവസ്ഥ വരെ വന്നിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് രാവിലെയും വൈകുന്നേരം ഇവിടുന്ന് നമ്മൾ പെട്രോളിംഗ് നടത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്താ വെച്ചാൽ അവിടെ DTPC ഏരിയയിൽ ഒരു വളറബിൾ ആയിട്ട് ഏറ്റവും അപകടം നമുക്ക് അടുത്ത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്കത് ഒഴിഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പാർട്ടി പോലുള്ള നമ്മളെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ വളരെ അത്യാവശ്യമാണ്. പൊതുജന സേവനം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ജീവനും രക്ഷപ്പെടുത്തേണ്ടതും ഓരോ ജീവനും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ടതും എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ വേണ്ട രീതിയിൽ അവർക്ക് ഇടപെടാവുന്ന മേഖലകളിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ RRT ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബ്ലോക്കിൽ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. സാറ് വിളിച്ച് ഞാൻ മീറ്റിംഗ് പങ്കെടുക്കാൻ ഉണ്ടായി. നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെ ഡീറ്റെയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. താലൂക്ക് മുഖേന നമ്മൾ അറിയിച്ചിട്ടുമുണ്ട് അത്യാവശ്യം വേണ്ട സാമഗ്രികൾ ഫണ്ടിൻ്റെ ഉള്ളിൽ നിന്ന്. കൂടുതലൊന്നും ഞാൻ ഉദ്ഘാടന പ്രാസംഗം എന്നുള്ള ഈ ഒരു ഇത്രയും സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിലാണ് വേണ്ടത്. കൂടുതൽ ക്ലാസ്സുകളാണ് നമുക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഒരു 2 വാക്ക് സംസാരിക്കുന്നതിനും ആയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനുമായിട്ട് നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന നാഷണൽ ഓഫീസർ സുനിൽകുമാർ, വേദിയിലും സദസ്സിലുമുള്ള RRT വളണ്ടിയർമാർ, ഫയർഫോഴ്സിൻ്റെ ജീവനക്കാർ, മറ്റു സുഹൃത്തുക്കളെ, തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഒരു ഫോഴ്സ് രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ച സാഹചര്യത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ അനുദിനം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും അല്ലാത്ത അപകടങ്ങളാണ് ഓരോ മേഖലകളിലും നമ്മൾ ദിവസേന കണ്ടുവരുന്നത്. ആരോഗ്യവകുപ്പിനോ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായിട്ടല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഏത് സമയത്തും ഇത്തരം പ്രവർത്തനം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു ടീം രൂപീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ക്യാമ്പയിനുകളൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പൊന്നാനി ബ്ലോക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ മാതൃകാപരമായിട്ടുള്ള നൂതനപരമായിട്ടുള്ള ഒരുപാട് പദ്ധതികളാണ് നമ്മുടെ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കി വരുന്നത്. പലപ്പോഴും നിങ്ങളെല്ലാവരും പത്രങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ അത് കണ്ടിട്ടുണ്ടാവും. ആ രീതിയിലുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു RRT ഗ്രൂപ്പ് രൂപീകരിക്കണം. ഒന്നാമത്തെ ഒരു പരിശീലനം കഴിഞ്ഞു. ഇത് 2ാമത്തെ പരിശീലനമാണ്. ഇനി പോലീസിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ പരിശീലനം പിന്നീട് ഇതിൻ്റെ കൂടെ നമുക്ക് നടത്തേണ്ടതുണ്ട്. നമുക്ക് ഇതെല്ലാം കേട്ടും കണ്ടും മനസ്സിലാക്കി ഈ കിട്ടാവുന്ന അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തെ രക്ഷിക്കാൻ മുന്നോട്ടിറങ്ങാൻ ഈ വേദി ഉപയോഗപ്പെടുത്താം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം. ERTൻ്റെ എമർജൻസി റെസ്പോൺസ് ടീമിൻ്റെ ഇതിൽ പറഞ്ഞാൽ തവനൂര്, വട്ടംകുളം, എടപ്പാള്, കാലടി, പൊന്നാനി നഗരസഭ അതല്ലേ ഇതിൽ തീരപ്രദേശം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുണ്ടായി. അപ്പം നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ അറിയാമോ അറിയില്ല, പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വെളിയങ്കോട് ഒരു മോക്ക് ഡ്രില്ലൊക്കെ സംഘടിപ്പിച്ചിരുന്നു. പേപ്പറിലൊക്കെ വന്നതായിരുന്നു. സുനാമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മോക്ക് ഡ്രില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ കടൽ തീരുമായിട്ട് ബന്ധമുള്ള ഒരു ഏരിയ ഇല്ല. എനിക്ക് പിന്നെ എടപ്പാളുണ്ടോ? ഇല്ലല്ലോ അല്ല. ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാഴപ്പുഴ നമുക്കറിയാം. ചെറുതുരുത്തിയിൽ ഒരു ഫാമിലിയിലെ 4 പേരാണ് മരണപ്പെട്ടത് അല്ലേ. ഒരു കുടുംബത്തിലെ 4 പേര് പുഴയിൽ ദാരുണമായിട്ട് മുങ്ങി മരിക്കുക കുടുംബം ഉണ്ടായി. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അധികം ഇതിന് ഈ ഒരു സാഹചര്യം നമ്മൾ അതിനൊരു സംവിധാനം ഏർപ്പെടുത്താനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് സ്വിമ്മിംഗ് പൂൾ എന്തെങ്കിലും ഒരു ഇവിടെ തന്നെ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗവൺമെൻറ് പ്രപ്പോസലായി പോകുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ നടപടികൾ നടത്താനുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ നമ്മൾ പോകുന്ന എന്താ ഒരു മുകളിലൂടെ പോകുമ്പോൾ നമുക്ക് ഇന്ന സ്ഥലത്താണ് ഒരു സംഭവം നടന്നത്, ഒരു ഇൻസിഡൻറ്റ് സ്പോട്ട് ഇതാണ്, ഒരു ആക്സിഡൻറ്റ് സ്പോട്ട് ഇതാണ്, നിങ്ങൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് തരാൻ പറഞ്ഞു തരാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ ഭാവിയിൽ വരും വിചാരിക്കുക ഹൈവേ കമ്മീഷൻ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ എന്താ കൃത്യമായ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ആക്സിഡൻറ്റ് സ്പോട്ടിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം
അതൊരു പ്രധാന ഘടകമാണ് നമ്മളെ സംബന്ധിച്ച് ഹൈവേ വരുമ്പോൾ. പിന്നെ അതുമല്ല ഹൈവേയിൽ നമ്മൾ പിന്നെ ഈ ഏരിയയിൽ പിന്നെ ആക്സിഡൻറ്റ് ഇനി വരുന്ന ആക്സിഡൻ്റൊക്കെ ഹൈ ഡെൻസിറ്റിയിലെ ആക്സിഡൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ഗവൺമെൻറ് തലത്തിൽ കൂടുതൽ നമ്മൾക്ക് ഈ പിന്നെ ഫയർ സ്റ്റേഷനിൽ ഒരു എമർജൻസി റെസ്ക്യൂ വെഹിക്കിൾ, അതായത് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാനും എല്ലാ സംവിധാനങ്ങളോടും കൂടി റെസ്ക്യൂ ചെയ്ത ആളുകളെ എടുക്കാൻ സംവിധാനം ഏർപ്പെടുത്താനുള്ള സംവിധാനം നോക്കുന്നത് നമ്മൾ ലെറ്ററാക്കി വിടുന്നുണ്ട്. പിന്നെ അതുപോലെ പിന്നുള്ളത് ഗ്രൗണ്ട് ഫയറാണ്. വേനൽക്കാലങ്ങളിൽ പുല്ലുകളിൽ കത്തിപ്പിടിക്കുക. നമുക്ക് സ്ഥിരമായിട്ട് ഈ വേനൽക്കാലങ്ങളിൽ ഒരു 100ഓളം കോളുകൾ വരുന്നത് എന്താണ്, ഈ ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ ഈ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യാതെ വെക്കും. എന്നിട്ട് എന്താ വെച്ചാൽ ഈ വേനൽക്കാലം ആകുമ്പോൾ ഉണങ്ങി നിൽക്കും. ഉണങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഒന്നുകിൽ നമ്മൾ വേസ്റ്റ് കത്തിക്കുമ്പോൾ അതിന് പടർന്ന് പിടിച്ച് തീ എടുക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ തീ ഇടുക. അതുപോലെ പിന്നെ ഡിസ്പ്യൂട്ടഡ് ലാൻഡ്, അതായത് നമ്മുടെ കോടതി കേസ് വ്യവഹാരമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ എന്താ നാട്ടുകാർ തന്നെ തീ കൊടുക്കും. പിന്നെ കുറേ കഴിഞ്ഞ് നമ്മളെ വിളിക്കും. ഇതൊക്കെ നമ്മളെ അനുഭവത്തിൽ നിന്ന് പറയാണ്. ഇങ്ങനത്തെ ഇത്രത്തോളം കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ നമ്മൾ പടർന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായി താഴെ ഭാഗത്തേക്ക് ഏതോ ഒരു സ്കൂളിൻ്റെ താഴെ ഭാഗത്തേക്ക് എത്തി, സ്കൂളിൻ്റെ ജനവാസ മേഖലയിലേക്ക് എത്തിപ്പിടിക്കാൻ ഫയർ വന്നിരുന്നു. അത് ഫയർ തീ കൊടുത്താണ് ഈ വേസ്റ്റായ ഭൂമിയിലേക്ക് തീ കൊടുത്ത് വന്ന് പടർന്ന് പിടിക്കാനുണ്ടായത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് നമ്മളെ കൺട്രോൾ കിട്ടാതെ വരുമ്പോഴാണ് ഫയർഫോഴ്സ് വിളിക്കുക. ചില സാഹചര്യങ്ങളിൽ ഫയർഫോഴ്സിൻ്റെ വാഹനം എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലാവും, അവിടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് നമ്മൾ എന്താ ചെയ്യും, ഫയർ ബ്രേക്കുകൾ ഉണ്ടാക്കി, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഫയർ ബ്രേക്കുകൾ ഉണ്ടാക്കി ആ പിന്നെ ഇതൊക്കെ ഒഴിവാക്കി ഒരു കൃത്യമായിട്ട് ഒരു ബ്രേക്ക് ജനവാസ മേഖലയിൽ നിന്ന് നിർത്തിയിട്ട് ഒരു 5 മീറ്റർ വിട്ട്, നമ്മൾ ഈ ഫോറസ്റ്റിലൊക്കെ കണ്ടില്ലേ, നമ്മൾ ഫോറസ്റ്റ് പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിൽ ഫയർ ബ്രേക്ക് ഉണ്ടാക്കുക 5 മീറ്റർ ഇടവിട്ട്. അപ്പോൾ അതുപോലെ ഒരു ഫയർ ബ്രേക്ക് ഉണ്ടാക്കുക. പിന്നെ വേറെ ഒരു സംഭവം ഇപ്പോൾ അടുത്തപ്പോൾ ഇപ്പോഴും ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് MCF പിന്നെ RRF കളക്ഷൻ സെൻറ്റർ മനസ്സിലായിട്ടോ. ഈ ഇപ്പം ഞങ്ങൾ ഓടിക്ക് എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓടിക്ക് പോകാൻ നിൽക്കുകയാണ്. ഞാൻ നാളായിട്ട് പോകും. എന്താ വെച്ചെങ്കിൽ ഈ നമ്മൾ ഈ ചെറിയ ഒരു ലൈറ്റർ അടക്കം ഒരു ലൈറ്റർ ചെറിയൊരു മിനി ബോംബ് തന്നെയാണ്. നമ്മൾ ലൈറ്റർ ഉണ്ടല്ലോ, സിഗർ ലൈറ്റർ അടക്കമുള്ള സംഭവങ്ങൾ ഒക്കെ അവിടെ പ്ലാസ്റ്റിക് ആയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഈ ഫയർ വരുമ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഇങ്ങനത്തെ ചെറിയ എക്സ്പ്ലോഷൻ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ ട്രേഡിംഗ് ലൈസൻസ് കൊടുക്കുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക്, അതായത് ഫാക്ടറി കടകൾക്കൊക്കെ കൊടുക്കുമ്പോൾ സുരക്ഷിതമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കൊടുക്കുമ്പോൾ അതൊക്കെ ഭാവിയിൽ ഫയർ വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലൊരു സംഭവമാണ്. ഭാവിയിലെ കാര്യങ്ങൾ ഒക്കെ ഞാൻ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളും അതുപോലെ RRT അംഗങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇതൊക്കെ ഈ വിധ കാര്യങ്ങളൊക്കെ ഒരു അപകട സാധ്യതയുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഏരിയയിൽ. പിന്നെ ലാൻഡ് സ്ലൈഡ് പറഞ്ഞാൽ നമ്മളെ മലകളൊന്നും നമ്മുടെ ഏരിയയിലില്ല. ലാൻഡ് സ്ലൈഡ് ചാൻസ് കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ആക്സിഡൻ്റ് ആണ് കാര്യമായിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് തരുന്ന ഒരു ക്ലാസ് ഒരു മിനിമം ഒരു ക്ലാസ് നമ്മൾ ഏതൊക്കെ ഫസ്റ്റ് എയ്ഡിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് തരും. ഫസ്റ്റ് എയ്ഡ് ഏതൊക്കെ രീതിയിലാണ് ഫയർ വരുന്നത്, ഫയറിനുള്ള സാധ്യതകൾ ഏതൊക്കെയാണ്, പിന്നെ ഒരു തീ പിടിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയം തീ പിടിച്ചാൽ അടുപ്പിൽ നിന്നോ അല്ലെങ്കിൽ വേറെ നമുക്ക് സ്വയം തീ പിടിച്ചാൽ എന്ത് ചെയ്യണം, പിന്നെ അതുപോലെ പിന്നെ നമ്മളെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നമ്മളെ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്നത്, അതായത് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് അത് തരാം, അതിൻ്റെ ഒരു ഡീറ്റെയിൽ തരും. പിന്നെ എങ്ങനെയൊക്കെയാണ് LPG ഫയർ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ രീതിയിൽ ഇത് ചെയ്യും, ആവിധ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് ഒരു ചെറിയ ക്ലാസ് 2 മണിക്കൂർ ക്ലാസ് തരും. വിശദമായിട്ടുള്ള ക്ലാസ് എമർജൻസി റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞിട്ട് ഒരു 17 ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് വെച്ചിട്ട് കൃത്യമായ ക്ലാസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും. ക്ലാസ്സുകളെ പറ്റി ഈ 5 പഞ്ചായത്തുകൾ സംയുക്തമായിട്ട് സംഘടിപ്പിച്ചു. അപ്പോൾ ഈ ERT മെമ്പർമാരെ നമ്മൾ മാക്സിമം ഈ പഞ്ചായത്തുകളിൽ നിന്ന് ERT മെമ്പർമാർ മാക്സിമം കളക്ട് ചെയ്ത് മാക്സിമം ആളുകളെ സംഘടിപ്പിക്കുക. ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ ഏറ്റവും ഒരു വളർന്നബിളായുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞ ഈ വാട്ടപ്പുഴ ഈ മണ്ഡലകാല സീസണുകളിൽ ഇവിടെ ഏറ്റവും ഒരു വളർന്നബിളായ ഏരിയയാണ് മിനിപ്പമ്പ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ ജനങ്ങൾ പറഞ്ഞാൽ തീരെ അനുസരിക്കാത്ത സ്വാമിമാരാണ്, നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പം അത്തരം സാഹചര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നമ്മൾ ടാക്കിൾ ചെയ്യണം. ഇനി വരും ഈ മിനിപ്പമ്പ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റായി അംഗീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാഹചര്യം നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പം ആ കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നത്